നമസ്കാരം. PSC സിമ്പിൾ ടിപ്സ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1. സി യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് പ്രവൃത്തിയുടെ സി യൂണിറ്റ് എ പൗണ്ട്, ബി ന്യൂട്ടൺ, സി വാട്ട്, ഡി ജൂൾ. ആൻസർ ഡി ജൂൾ. 2. വെൻ എ പേഴ്സൺ ഓപ്പൺസ് എ ഡോർ ഹി അപ്ലൈസ് ഒരാൾ ഒരു വാതിൽ തുറക്കുമ്പോൾ അവൻ പ്രയോഗിക്കുന്നത് A. Force, B. Torque, C. Moment, D. None of the above. Answer A. Force. 3. The escape velocity from the surface of the earth is approximately equal to ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ പ്രവേഗം ഏകദേശം ഇതിന് തുല്യമാണ്. A. സെക്കൻഡിൽ 9.81 കിലോമീറ്റർ, B. സെക്കൻഡിൽ 11.2 കിലോമീറ്റർ, C. സെക്കൻഡിൽ 14 കിലോമീറ്റർ, D. സെക്കൻഡിൽ 22 കിലോമീറ്റർ. ആൻസർ ബി. സെക്കൻഡിൽ 11.2 കിലോമീറ്റർ. 4. If the momentum of a given particle is doubled, then its kinetic energy will be നൽകിയിരിക്കുന്ന ഒരു കണത്തിന്റെ ആക്കം ഇരട്ടിയാക്കിയാൽ അതിന്റെ ഗതികോർജ്ജം ഇതായിരിക്കും. A. Doubled, B. Unaffected, C. Halved, D. Quadrupled. Answer D. Quadrupled. 5. When the car moves on road its wheel has കാർ റോഡിൽ നീങ്ങുമ്പോൾ അതിന്റെ ചക്രത്തിന് ഇവയുണ്ട്. A. Purely rotational motion, B. Rotational and translational motion, C. Purely translational motion, D. None of the above. Answer B. Rotational and translational motion. 6. The friction experienced by a body when it is in motion is called ഒരു വസ്തു ചലിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണത്തെ ഇങ്ങനെ വിളിക്കുന്നു. A. Rolling friction, B. Static friction, C. Limiting friction, D. Dynamic friction. Answer D. Dynamic friction. 7. Moment of inertia of a circular section about its diameter, D, is ഒരു വൃത്താകൃതിയിലുള്ള ഭാഗത്തിന്റെ ജഡത്വത്തിന്റെ മൊമെന്റ് അതിന്റെ വ്യാസം D ആണ്. A. π/16 ഗുണം D റേഷ്യോ 4, B. π/32 ഗുണം D, C. π/64 ഗുണം D, D. π/4 ഗുണം D. ആൻസർ C. π/64 ഗുണം D. 8. The force applied on a body of mass 150 kg to produce an acceleration of സെക്കൻഡിൽ 10 ചതുരശ്ര മീറ്റർ is 150 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൽ സെക്കൻഡിൽ 10 ചതുരശ്ര മീറ്റർ ത്വരണമുണ്ടാക്കാൻ പ്രയോഗിക്കുന്ന ബലം. A. 15 N, C. 1500 N, B. 150 N, D. 3000 N. Answer C. 1500 N. 9. Two forces act an angle of 120 degree. If the greater force is 50 kg and their resultant is perpendicular to the smaller force, the smaller force is. രണ്ട് ബലങ്ങൾ 120 ഡിഗ്രി കോണിൽ പ്രവർത്തിക്കുന്നു. വലിയ ബലം 50 കിലോഗ്രാം ആണെങ്കിൽ അവയുടെ ഫലം ചെറിയ ബലത്തിന് ലംബമാണെങ്കിൽ ചെറിയ ബലം. A. 20 കിലോഗ്രാം, B. 25 കിലോഗ്രാം, C. 30 കിലോഗ്രാം, D. 35 കിലോഗ്രാം. ആൻസർ B. 25 കിലോഗ്രാം. 10. The process of finding out the resultant force is known as A. Superposition of forces, B. Composition of forces, C. Addition of forces, D. Resolution of forces. ഫലം കണ്ടെത്തുന്ന ബലം കണ്ടെത്തുന്ന പ്രക്രിയ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. A. ബലങ്ങളുടെ സൂപ്പർപോസിഷൻ, B. ബലങ്ങളുടെ ഘടന, C. ബലങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, D. ബലങ്ങളുടെ റെസല്യൂഷൻ. ആൻസർ B. Composition of forces. 11. The point at which the whole weight of the body may be considered to act is known as ശരീരത്തിന്റെ മുഴുവൻ ഭാരവും പ്രവർത്തിക്കുന്നതായി കണക്കാക്കാവുന്ന ബിന്ദു ഇങ്ങനെ അറിയപ്പെടുന്നു. A. Center of mass, B. Center of gravity, C. Center of curvature, D. Moment of inertia. Answer B. Center of gravity. 12. If the resultant of forces acting on a body is 0, the body ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന ബലങ്ങളുടെ ഫലം 0 ആണെങ്കിൽ ശരീരം A. is in equilibrium, B. is moving with non-uniform velocity, C. is not in equilibrium, D. none of the above. Answer A. is in equilibrium. 13. The unit of force in CGS system of units is called ബലത്തിന്റെ യൂണിറ്റ് C. GS യൂണിറ്റുകളുടെ സിസ്റ്റത്തിൽ ഇതിനെ ഇങ്ങനെ വിളിക്കുന്നു. A. Dyne, B. Kilogram, C. Newton, D. all the above. Answer A. Dyne. 14. If the angular distance 0 = 2 t ക്യൂബ് 3 t square the angular acceleration at t = 1 sec is കോണീയ ദൂരം 0 = 2 t ക്യൂബ് 3 t square ആണെങ്കിൽ t = 1 സെക്കൻഡിലെ കോണീയ ത്വരണം. A. ഒരു റേഡിയൻ ബൈ സെക്കൻഡ് സ്ക്വയർ, B. 6 റേഡിയൻ ബൈ സെക്കൻഡ് സ്ക്വയർ, C. 4 റേഡിയൻ ബൈ സെക്കൻഡ് സ്ക്വയർ, D. 12 റേഡിയൻ ബൈ സെക് വർഗം. ആൻസർ B. 6 റേഡിയൻ ബൈ സെക്കൻഡ് സ്ക്വയർ. 15.
The resultant of two forces which are acting at an angle 0 is 0 കോണിൽ പ്രവർത്തിക്കുന്ന രണ്ട് ബലങ്ങളുടെ ഫലം. A റൂട്ട് ഓഫ് P2 Q വർഗം 2 PQ cos θ. B റൂട്ട് ഓഫ് P2 Q2 2 PQ sin θ. C റൂട്ട് ഓഫ് P2 Q വർഗം 2 PQ cos θ. D റൂട്ട് ഓഫ് P വർഗം Q വർഗം 2 PQ sin θ. ആൻസർ C റൂട്ട് ഓഫ് P2 Q വർഗം 2 PQ cos θ. 16. The resultant of two equal forces P making an angle 20 is given by രണ്ട് തുല്യ ബലങ്ങൾ P ഒരു കോൺ 20 ആക്കുന്നതിന്റെ ഫലം നൽകുന്നത്. A 2 P sin θ, B 2 P tan θ, C 2 P cos θ, D 2 P cot θ. ആൻസർ C 2 P cos θ. 17. The rate of doing work is known as ജോലി ചെയ്യുന്നതിന്റെ നിരക്ക് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. A power, B potential energy, C kinetic energy, D none of the above. Answer A power. 18. The total energy possessed by a system of moving bodies. A is constant at every instant. C is maximum in the start. B varies from point to point. D none of the above. ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു സിസ്റ്റത്തിന്റെ ആകെ ഊർജ്ജം. A ഓരോ നിമിഷത്തിലും സ്ഥിരമായിരിക്കും. C തുടക്കത്തിൽ പരമാവധി ആയിരിക്കും. B ബിന്ദുവിൽ നിന്ന് പോയിന്റിലേക്ക് വ്യത്യാസപ്പെടുന്നു. D മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. Answer A is constant at every instant. 19. If the tension in a cable supporting a lift moving upwards is twice the tension when the lift is moving downwards, the acceleration of the lift is മുകളിലേക്ക് നീങ്ങുന്ന ഒരു ലിഫ്റ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു കേബിളിലെ പിരിമുറുക്കം ലിഫ്റ്റ് താഴേക്ക് നീങ്ങുമ്പോൾ പിരിമുറുക്കത്തിന്റെ ഇരട്ടിയാണെങ്കിൽ ലിഫ്റ്റിന്റെ ത്വരണം ഇതാണ്. A G 2, B G 4, C G 3, D G 5. Answer C G 3, 20. In a lifting machine with efficiency 60%, an effort of 200 N is required to raise a load of 6 kN. The velocity ratio of the machine is അയിൽ 60% കാര്യക്ഷമതയുള്ള ലിഫ്റ്റിംഗ് മെഷീനിൽ 6 kN ലോഡ് ഉയർത്താൻ 200 N ശ്രമം ആവശ്യമാണ്. യന്ത്രത്തിന്റെ വേഗത അനുപാതം A 30, B 60, C 80, D 50. ആൻസർ D 50. 21. Which of the following represent reducing scale? ഇനിപ്പറയുന്നവയിൽ ഏതാണ് റിഡ്യൂസിംഗ് സ്കെയിലിനെ പ്രതിനിധീകരിക്കുന്നത്? A 1:1, B 2:1, C 1:2. D 10:1. ആൻസർ C 1:2. 22. The following line is used for dimension line. അളവുകൾ രേഖപ്പെടുത്താൻ ഇനിപ്പറയുന്ന രേഖ ഉപയോഗിക്കുന്നു. A continuous thick, C continuous thin, B chain thin line, D short zigzag thin. ആൻസർ C continuous thin. 23. The front view of a rectangle, when its plane is parallel to HP and perpendicular to VP, is ഒരു ദീർഘചതുരത്തിന്റെ തലം HPക്ക് സമാന്തരമായും VPക്ക് ലംബമായും ആയിരിക്കുമ്പോൾ അതിന്റെ മുൻവശത്തെ കാഴ്ച. A rectangle, B line, C square, D point. Answer B line. 23. The front view of a rectangle, when its plane is parallel to HP and perpendicular to VP, is ഒരു ദീർഘചതുരത്തിന്റെ തലം HPക്ക് സമാന്തരമായും VPക്ക് ലംബമായും ആയിരിക്കുമ്പോൾ അതിന്റെ മുൻവശത്തെ കാഴ്ച. A rectangle, B line, C square, D point. Answer B line. 24. The following are the polyhedron except പോളിഹെഡ്രോണിന്റെ ഭാഗങ്ങൾ ഇവയാണ്. A prism, B cube, C pyramid, D cylinder. Answer D cylinder. 25. The following are the solids of revolution except പരിക്രമണത്തിന്റെ കരരൂപങ്ങൾ ഇവയാണ്. A prism, B cone, C sphere, D cylinder. Answer A prism. 26. The top view of a right cylinder resting on HP on its base rim is HPയിൽ അതിന്റെ അടിസ്ഥാന റിമ്മിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലത് സിലിണ്ടറിന്റെ മുകളിലെ കാഴ്ച. A ellipse, B rectangle, C circle, D square. Answer C circle. 27. The following is formed by revolving rectangle about one of its sides which remains fixed. സ്ഥിരമായി നിലനിൽക്കുന്ന അതിന്റെ ഒരു വശത്തിനു ചുറ്റും കറങ്ങുന്ന ദീർഘചതുരം വഴിയാണ് ഇനിപ്പറയുന്നത് രൂപപ്പെടുന്നത്. A cylinder, B hemisphere, C sphere, D cone. Answer A cylinder. 28. The sectional plane are represented by sectional planeനെ പ്രതിനിധീകരിക്കുന്നത്. A continuous thick line, B chain thin line, C continuous thin line, D chain thin line having thick edges. Answer D chain thin line having thick edges. 29. The dotted lines represents ഡോട്ട് ഇട്ട രേഖകൾ പ്രതിനിധീകരിക്കുന്നത്. A hidden edges, B center line,
C. Projection line. D. Hatching line. Answer A. Hidden edges. 30. A tetrahedron has 4 equal dash faces. ഒരു ടെട്രാഹെഡ്രോണിന് 4 തുല്യ ഡാഷ് മുഖങ്ങളുണ്ട്. A. Square. B. Triangular. C. Rectangular. D. Circular. Answer B. Triangular. 31. In first angle projection method, object is assumed to be placed in ആദ്യ ആംഗിൾ പ്രൊജക്ഷൻ രീതിയിൽ വസ്തുവിനെ ഇനിപ്പറയുന്നതിൽ സ്ഥാപിക്കുന്നതായി അനുമാനിക്കുന്നു. A. First quadrant. B. Third quadrant. C. Second quadrant. D. Fourth quadrant. Answer A. First quadrant. 32. The internal angle of regular hexagon is dash degree. സാധാരണ ഷഡ്ഭുജത്തിന്റെ ആന്തരിക കോൺ ഡാഷ് ഡിഗ്രിയാണ്. A. 72. B. 120. C. 108. D. 150. Answer B. 120. 33. A right regular hexagonal prism in resting on HP on its base, its top view is A. HP-യിൽ അതിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലത് സാധാരണ ഷഡ്ഭുജ പ്രിസം, അതിന്റെ മുകളിലെ കാഴ്ച A. A. Square. B. Hexagon. C. Rectangle. D. Pentagon. Answer B. Hexagon. 34. The following is the method for development of a sphere. ഒരു ഗോളം വികസിപ്പിക്കുന്നതിനുള്ള രീതി താഴെ കൊടുക്കുന്നു. A. Parallel line method. B. Triangulation method. C. Radial line method. D. Approximate method. Answer D. Approximate method. 35. The length, width in case of an arrowhead is നീളം റേഷ്യോ വീതി ഒരു അമ്പടയാളത്തിന്റെ കാര്യത്തിൽ A. 1:1. B. 2:1. C. 3:1. D. 4:1. Answer C. 3:1. 36. The ability of engine bearings to accommodate small variation in shaft is its ഷാഫ്റ്റിലെ ചെറിയ വ്യതിയാനങ്ങൾ ഉൾക്കൊള്ളാനുള്ള എഞ്ചിൻ ബെയറിംഗുകളുടെ കഴിവ് ഇതാണ്. A. Embardability. B. Conformability. C. Adaptability. D. Fatigue strength. Answer C. Adaptability. 37. Combustion knock in a CI engine is generally known as ഒരു CI എഞ്ചിനിലെ ജ്വലന നോക്ക് സാധാരണയായി അറിയപ്പെടുന്നത്. A. Diesel knock. B. Diesel lock. C. Both A and B. D. Detonation. Answer A. Diesel knock. 38. Which of the following are provided to the crankshaft to the balancing of main journals? ഇനിപ്പറയുന്നവയിൽ ഏതാണ് പ്രധാന ജേണലുകളുടെ ബാലൻസിംഗിനായി ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് നൽകുന്നത്? A. Crank arm. B. Vibration damper. C. Crank weight. D. Crank pulley. Answer C. Crank weight. 39. To improve the resistance to wear and corrosion, cylinder liners are platted with തേയ്മാനത്തിനും നാശത്തിനുമുള്ള പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിന് സിലിണ്ടർ ലൈനറുകൾ ഇവ ഉപയോഗിച്ച് പൂശിയിരിക്കുന്നു. A. Platinum. B. Vanadium. C. Zinc. D. Chromium. Answer D. Chromium. 40. Tendency of fuel to change from liquid to vapor form is called ദ്രാവകത്തിൽ നിന്ന് നീരാവി രൂപത്തിലേക്ക് മാറാനുള്ള ഇന്ധനത്തിന്റെ പ്രവണതയെ വിളിക്കുന്നു. A. Pour point. C. Viscosity. B. Volatility. D. Flash point. Answer B. Volatility. 41. Piston rings and cylinder liners are പിസ്റ്റൺ വളയങ്ങളും സിലിണ്ടർ ലൈനറുകളും ഇവയാണ്. A. Die-casted. B. Hollow-casted. C. Sand-casted. D. Centrifugal-casted. Answer D. Centrifugal-casted. 42. The leaking of the combustion charges to the crankcase is known as ക്രാങ്ക് കേസിലേക്ക് ജ്വലന ചാർജുകൾ ചോർന്നൊലിക്കുന്നത് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. A. Blow-by. B. Bypass. C. Dilution. D. Scavenging. Answer A. Blow-by. 43. Find the odd one. ഒറ്റപ്പെട്ട ഒന്ന് കണ്ടെത്തുക. A. Piston pin. B. Wrist pin. C. Crank pin. D. Gudgeon pin. Answer C. Crank pin. 44. Double row side valve mechanism incorporated with A. ഇനിപ്പറയുന്നവയുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഇരട്ട നിര സൈഡ് വാൽവ് മെക്കാനിസം. A. H head engine. B. L head engine. C. F head engine. D. T head engine. Answer D. T head engine. 45. The term harmonic balancer is used instead of ഹാർമോണിക് ബാലൻസർ എന്ന പദം ഇനിപ്പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നു. A. Flywheel. B. Crankshaft. C. Vibration damper. D. None of these. Answer C. Vibration damper. 46. T-slot provided in the piston. A. To accommodate the expansion of piston when heated up. B. For cooling purpose. C. To reduce piston weight. D. For the passage of oil. പിസ്റ്റണിൽ നൽകിയിരിക്കുന്ന ടി സ്ലോട്ട്. എ. ചൂടാക്കുമ്പോൾ പിസ്റ്റണിന്റെ വികാസം ഉൾക്കൊള്ളാൻ. ബി. തണുപ്പിക്കുന്നതിന്. സി. പിസ്റ്റൺ ഭാരം കുറയ്ക്കാൻ. ഡി. ഓയിൽ പാസേജ്. ആൻസർ
A. To accommodate the expansion of piston when heated up. 47. Brake power of an engine is measured with A. ഒരു എഞ്ചിന്റെ ബ്രേക്ക് പവർ ഇനിപ്പർ എന്നിവ ഉപയോഗിച്ച് അളക്കുന്നു. A. Vacuum gauge. B. Dynamometer. C. Tachometer. D. Oscilloscope. Answer B. Dynamometer. 48. Disadvantage of a pre-combustion chamber engine is. Pre-combustion chamber എഞ്ചിന്റെ പോരായ്മ ഇതാണ്. A. Cold starting problems. C. Less power. B. More engine knock. D. Both B and C. Answer A. Cold starting problems. 49. Detonation can be controlled by. Detonation ഇനിപ്പർ എന്ന രീതിയിൽ നിയന്ത്രിക്കാം. A. Advanced timing. B. Preheating of charge. C. Increase in compression ratio. D. Cooling of the charge. Answer D. Cooling of the charge. 50. By providing a thick head gasket, the compression ratio of the engine will. കട്ടിയുള്ള ഒരു ഹെഡ് ഗാസ്കറ്റ് നൽകുന്നതിലൂടെ എഞ്ചിന്റെ കംപ്രഷൻ അനുപാതം. A. Increase. B. Decrease. C. Double. D. Remain constant. Answer B. Decrease. 51. A pitot tube is used to measure. ഒരു പിറ്റോട്ട് ട്യൂബ് അളക്കാൻ ഉപയോഗിക്കുന്നു. A. Pressure. C. Velocity of flow. B. Pressure difference. D. Density of fluid. Answer C. Velocity of flow. 52. Forces acting on a floating body are. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയിൽ പ്രവർത്തിക്കുന്ന ബലങ്ങൾ ഇവയാണ്. A. Inertia and gravity. C. Buoyancy and inertia. B. Buoyancy and gravity. D. Pressure and gravity. Answer B. Buoyancy and gravity. 53. Euler-S equation for the motion of liquid assumes that. ദ്രാവകത്തിന്റെ ചലനത്തിനായുള്ള യൂളറുടെ സമവാക്യം അനുമാനിക്കുന്നത്. A. Velocity of flow is non-uniform. B. Flow is unsteady along the streamline. C. Fluid is viscous. D. Fluid is homogeneous and incompressible. Answer D. Fluid is homogeneous and incompressible. 54. The most efficient section of a channel is. ഒരു ചാനലിന്റെ ഏറ്റവും കാര്യക്ഷമമായ ഭാഗം. A. Triangular. B. Rectangular. C. Trapezoidal. D. Square. Answer C. Trapezoidal. 55. Velocity of fluid particles at the center of pipe section is. പൈപ്പ് സെക്ഷന്റെ മധ്യഭാഗത്തുള്ള ദ്രാവക കണങ്ങളുടെ വേഗത. A. Maximum. C. Medium. B. Minimum. D. Equal throughout. Answer A. Maximum. 56. Why the alcohol is used in manometer? A. It provides longer column due to low density. B. It is clearly visible. C. It has low vapor pressure. D. It has low surface tension. മാനോമീറ്ററിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? A. സാന്ദ്രത കുറവായതിനാൽ ഇത് നീളമുള്ള കോളം നൽകുന്നു. B. ഇത് വ്യക്തമായി കാണാം. C. ഇതിന് കുറഞ്ഞ നീരാവി മർദ്ദമുണ്ട്. D. ഇതിന് കുറഞ്ഞ ഉപരിതല പിരിമുറുക്കമുണ്ട്. Answer A. It provides longer column due to low density. 57. To avoid cavitations in centrifugal pump. A. Suction pressure should be low. C. Suction pressure should be high. B. Delivery pressure should be low. D. Delivery pressure should be high. അപകേന്ദ്ര പമ്പിലെ അറകൾ ഒഴിവാക്കാൻ. A. സക്ഷൻ മർദ്ദം കുറവായിരിക്കണം. C. സക്ഷൻ മർദ്ദം കൂടുതലായിരിക്കണം. B. ഡെലിവറി മർദ്ദം കുറവായിരിക്കണം. D. ഡെലിവറി മർദ്ദം കൂടുതലായിരിക്കണം. Answer C. Suction pressure should be high. 57. To avoid cavitations in centrifugal pump. A. Suction pressure should be low. C. Suction pressure should be high. B. Delivery pressure should be low. D. Delivery pressure should be high. അപകേന്ദ്ര പമ്പിലെ അറകൾ ഒഴിവാക്കാൻ. A. സക്ഷൻ മർദ്ദം കുറവായിരിക്കണം. C. സക്ഷൻ മർദ്ദം കൂടുതലായിരിക്കണം. B. ഡെലിവറി മർദ്ദം കുറവായിരിക്കണം. D. ഡെലിവറി മർദ്ദം കൂടുതലായിരിക്കണം. Answer C. Suction pressure should be high. 58. A structure used to dam up a stream or river over which the water flow is called. ഒരു അരുവിയെയോ നദിയെയോ തടയണ കെട്ടിനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഘടനയെ ഇങ്ങനെ വിളിക്കുന്നു. അതിന് മുകളിലൂടെയുള്ള ജലപ്രവാഹം ഇങ്ങനെയാണ്. A. Orifice. B. Notch. C. Mouthpiece. D. Weir. Answer D. Weir. 59. Bacteria which can survive without oxygen is called. ഓക്സിജൻ ഇല്ലാതെ അതിജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളെ ഇങ്ങനെ വിളിക്കുന്നു. A. Aerobic bacteria. C. Pathogenic bacteria. B. Anaerobic bacteria. D. Non-pathogenic bacteria. Answer B. Anaerobic bacteria. 60. The pressure conduit laid underground may not be subjected to A. Pressure due to external load. B. Internal pressure of water. C. Longitudinal temperature stress. D. Longitudinal stress due to unbalanced pressure. ഭൂഗർഭത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മർദ്ദനവാഹിനി ഇവയ്ക്ക് വിധേയമാകാൻ പാടില്ല. A. ബാഹ്യ ലോഡ് മൂലമുള്ള മർദ്ദം. B. ജലത്തിന്റെ ആന്തരിക മർദ്ദം.
സി രേഖാംശ താപനില സമ്മർദ്ദം. ഡി അസന്തുലിതമായ മർദ്ദം മൂലമുള്ള രേഖാംശ സമ്മർദ്ദം. ആൻസർ സി ലോങ്കിറ്റ്യൂഡിനൽ ടെമ്പറേച്ചർ സ്ട്രെസ്. 61. വാട്ടർ കൺസംപ്ഷൻ പെർ ക്യാപിറ്റ പെർ ഡേ ഫോർ ഹോസ്റ്റൽ യൂസ് ഇൻ ഇന്ത്യ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യൻ നിലവാരമനുസരിച്ച് ഇന്ത്യയിൽ ഹോസ്റ്റൽ ഉപയോഗത്തിനായി പ്രതിശീർഷ പ്രതിദിന ജല ഉപഭോഗം. എ 40 ലീറ്റേഴ്സ്, ബി 80 ലീറ്റേഴ്സ്, സി 115 ലീറ്റേഴ്സ്, ഡി 135 ലീറ്റേഴ്സ്. ആൻസർ ഡി 135 ലീറ്റേഴ്സ്. 62. ദ സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഓൺ. കേന്ദ്ര ഗ്രാമീണ ശുചിത്വ പരിപാടി ആരംഭിച്ചത്. എ 1986, ബി 1996, സി 2006, ഡി 2016. ആൻസർ എ 1986. 63. മോസ്റ്റ് കോമൺ കോആഗ്യുലന്റേഴ്സ്. ഏറ്റവും സാധാരണമായ കോഗുലന്റ്. എ ക്ലോറീൻ, ബി ആലം, സി ബ്ലീച്ചിംഗ് പൗഡർ, ഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ആൻസർ ബി ആലം. 64. സ്ലോ സാൻഡ് ഫിൽട്ടർ ഇസ് മോർ എഫിഷ്യന്റ് ഫോർ ദ റിമൂവൽ ഓഫ്. സ്ലോ സാൻഡ് ഫിൽട്ടർ ഇവ നീക്കം ചെയ്യുന്നതിന് കൂടുതൽ കാര്യക്ഷമമാണ്. എ ബാക്ടീരിയ, സി ഓഡർ, ബി ടർബിഡിറ്റി, ഡി അസിഡിറ്റി. ആൻസർ എ ബാക്ടീരിയ. 65. ദി ഇക്വിപ്മെന്റ് യൂസ്ഡ് ടു ചെക്കിംഗ് ദ ലെവൽസ് ഓഫ് ദ സീവർ ഇൻവേർട്സേഴ്സ്. മലിനജല വിപരീതങ്ങളുടെ അളവ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. എ ഡംപി ലെവൽ, ബി തിയോഡലൈറ്റ്, സി ബോണിംഗ് റോഡ്, ഡി നൺ ഓഫ് ദീസ്. ആൻസർ സി ബോണിംഗ് റോഡ്. 66. ദ ഫോർമുല ഫോർ ഫൈൻഡിംഗ് വോള്യൂം ഓഫ് ഹോളോ സിലിണ്ടർ ഈസ്. പൊള്ളയായ സിലിണ്ടറിന്റെ വ്യാപ്തം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം. എ പൈ എച്ച് ആർ പ്ലസ് ആർ, ആർ മൈനസ് ആർ, ബി പൈ ആർ വർഗം എച്ച്, സി 4/3 പി ഘാതം 3, ഡി 2/3 പൈ ആർ ഘാതം 3. ആൻസർ ബി പൈ ആർ വർഗം എച്ച്. 67. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ വിച്ച് ഇൻസ്ക്രൈബ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് 14 സെന്റിമീറ്റർ. എ 140 ചതുരശ്ര സെന്റിമീറ്റർ, ബി 154 ചതുരശ്ര സെന്റിമീറ്റർ, സി 160 ചതുരശ്ര സെന്റിമീറ്റർ, ഡി 196 ചതുരശ്ര സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ വശമുള്ള ഒരു ചതുരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടെത്തുക. എ 140 ചതുരശ്ര സെ മീ, ബി 154 ചതുരശ്ര സെ മീ, സി 160 ചതുരശ്ര സെ മീ, ഡി 196 ചതുരശ്ര സെ മീ. ആൻസർ ബി 154 ചതുരശ്ര സെന്റിമീറ്റർ. 68. If volume of cylinder is 900 cu.cm with height of 20 cm, then diameter of cylinder is. A 24 cm, C 7.57 cm, B 9.57 cm, D 12.23 cm. സിലിണ്ടറിന്റെ വ്യാപ്തം 900 ക്യൂമിയാണെങ്കിൽ 20 സെന്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ വ്യാസം. എ 24 സെന്റിമീറ്റർ, സി 7.57 സെന്റിമീറ്റർ, ബി 9.57 സെന്റിമീറ്റർ, ഡി 12.23 സെന്റിമീറ്റർ. ആൻസർ സി 7.57 സെന്റിമീറ്റർ. 69. വാട്ട് ഈസ് ഏരിയ ഓഫ് എ സർക്കിൾ ഹൂസ് സർക്കംഫറൻസ് ഇസ് 44 സെന്റിമീറ്റർ. എ 150 ചതുരശ്ര സെന്റിമീറ്റർ, ബി 152 ചതുരശ്ര സെന്റിമീറ്റർ, സി 154 ചതുരശ്ര സെന്റിമീറ്റർ, ഡി 156 ചതുരശ്ര സെന്റിമീറ്റർ. ആൻസർ 44 സെന്റിമീറ്റർ. ചുറ്റളവുള്ള ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എന്താണ്? എ 150 ചതുരശ്ര സെ മീ, ബി 152 ചതുരശ്ര സെ മീ, സി 154 ചതുരശ്ര സെ മീ, ഡി 156 ചതുരശ്ര സെ മീ. ആൻസർ സി 154 ചതുരശ്ര സെന്റിമീറ്റർ. 70. How many balls of 2 cm radius can be made by melting of a big ball of diameter 16 cm? 16 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വലിയ പന്ത് ഉരുക്കി 2 സെന്റിമീറ്റർ ആരമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാം? എ 120, സി 32, ബി 64, ഡി none of the above. ആൻസർ 71. Find the angle of sector whose radius is 10 cm and area is 78.5 sq.cm. ആരം 10 സെന്റിമീറ്ററും വിസ്തീർണം 78.5 ചതുരശ്ര സെ മിയും ആയ സെക്ടറിന്റെ കോൺ കണ്ടെത്തുക. എ 60 ഡിഗ്രി, സി 90 ഡിഗ്രി, ബി 75 ഡിഗ്രി, ഡി 45 ഡിഗ്രി. ആൻസർ സി 90 ഡിഗ്രി. 72. One side of rectangular field is 4 meter and its diagonal is 5 meter. The area of the field is. എ 12 ചതുരശ്ര മീറ്റർ, ബി 20 ചതുരശ്ര മീറ്റർ, സി 15 ചതുരശ്ര മീറ്റർ, ഡി 4 വർഗ്ഗമൂലം 5 ചതുരശ്ര മീറ്റർ. ചതുരാകൃതിയിലുള്ള ഫീൽഡിന്റെ ഒരു വശം 4 മീറ്ററും അതിന്റെ ഡയഗണൽ 5 മീറ്ററുമാണ്. ഫീൽഡിന്റെ വിസ്തീർണം. എ 12 ചതുരശ്ര മീറ്റർ, ബി 20 ചതുരശ്ര മീറ്റർ,
സി 15 ചതുരശ്ര മീറ്റർ. ഡി 4 വർഗ്ഗമൂലം 5 ചതുരശ്ര മീറ്റർ. ആൻസർ എ 12 ചതുരശ്ര മീറ്റർ. 73. ഇഫ് ദ വോള്യൂം ഓഫ് ടു ക്യൂബ്സ് ആർ ഇൻ ദ റേഷ്യോ 27:1. ദ റേഷ്യോ ഓഫ് ദ എഡ്ജസ് ഇസ് 2 ക്യൂബുകളുടെ വ്യാപ്തം 27:1 എന്ന അനുപാതത്തിലാണെങ്കിൽ അവയുടെ അരികുകളുടെ അനുപാതം എ 1 അനുപാതം 3, സി 9 അനുപാതം 1, ബി 3 അനുപാതം 1, ഡി 1 അനുപാതം 6. ആൻസർ ബി 3 അനുപാതം 1. 74. ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ 5 മീറ്റർ, 12 മീറ്റർ ആൻഡ് 13 മീറ്റർ. ദി ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഈസ് എ 30 SQUARECM, ബി 45 SQUARECM, സി 65 SQUARECM, ഡി നൺ ഓഫ് ദി അബവ്. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 5 മീറ്റർ, 12 മീറ്റർ, 13 മീറ്റർ എന്നിവയാണ്. ത്രികോണത്തിന്റെ വിസ്തീർണം എ 30 ചതുരശ്ര സെ മീ, ബി 45 ചതുരശ്ര സെ മീ, സി 65 ചതുരശ്ര സെ മീ, ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ആൻസർ എ 30 SQUARECM. 75. ഇഫ് ക്യൂബ് ഓഫ് സൈഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഇസ് എ എന്ന വശത്തിന്റെ ക്യൂബിന്റെ ആകെ ഉപരിതല വിസ്തീർണം എ വർഗ്ഗം, ബി 3 ആൽഫ, സി 6 എ വർഗ്ഗം, ഡി 6 എ. ആൻസർ സി 6 എ വർഗ്ഗം. 76. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് ഡയഗണൽ 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ ഡയഗണലുള്ള ഒരു ചതുരത്തിന്റെ വിസ്തീർണം കണ്ടെത്തുക. എ 500 ചതുരശ്ര സെന്റിമീറ്റർ, ബി 900 ചതുരശ്ര സെന്റിമീറ്റർ, സി 450 SQUARECM, ഡി 600 ചതുരശ്ര സെന്റിമീറ്റർ. ആൻസർ സി 450 ചതുരശ്ര സെന്റിമീറ്റർ. 77. When a sheet size 10 meter by 5 meter cut into small pieces of 25 centimeter by 20 centimeter, how many number of pieces will be cut? 10 മീറ്റർ x 5 മീറ്റർ വലിപ്പമുള്ള ഒരു ഷീറ്റ് 25 സെന്റിമീറ്റർ by 20 സെന്റിമീറ്റർ വലിപ്പമുള്ള ചെറിയ കഷണങ്ങളായി മുറിക്കുമ്പോൾ എത്ര കഷണങ്ങൾ മുറിക്കും? എ 800, സി 1000, ബി 725, ഡി 825. ആൻസർ സി 1000. 78. ഏരിയ ഓഫ് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഇസ് ആർ ആരമുള്ള ഗോളത്തിന്റെ വിസ്തീർണം എ 2 പൈ ആർ വർഗ്ഗം, ബി 1/2 പൈ ആർ വർഗ്ഗം, സി 4 പൈ ആർ വർഗ്ഗം, ഡി 3 പൈ ആർ വർഗ്ഗം. ആൻസർ സി 4 പൈ ആർ വർഗ്ഗം. 79. എ റെക്ടാംഗിൾ കാർപ്പറ്റ് ഹാസ് എൻ ഏരിയ ഓഫ് 120 ചതുരശ്ര മീറ്റർ ആൻഡ് പെരിമീറ്റർ ഇസ് 46 മീറ്റർ. ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഈസ്. ഒരു ദീർഘചതുരം പരവതാനിയുടെ വിസ്തീർണം 120 ചതുരശ്ര മീറ്ററും ചുറ്റളവ് 46 മീറ്ററുമാണ്. അതിന്റെ വികർണത്തിന്റെ നീളം എ 15 മീറ്റർ, ബി 16 മീറ്റർ, സി 17 മീറ്റർ, ഡി 20 മീറ്റർ. ആൻസർ സി 17 മീറ്റർ. 80. ഇഫ് ദ റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് ദ ടു സ്ക്വയർസ് ഇസ് 16, 1 ദ റേഷ്യോ ഓഫ് ദ പെരിമീറ്റർ, രണ്ട് ചതുരങ്ങളുടെയും വിസ്തീർണങ്ങളുടെ അനുപാതം 16, 1 ആണെങ്കിൽ അവയുടെ ചുറ്റളവിന്റെ അനുപാതം എ 1 അനുപാതം 3, ബി 3 അനുപാതം 1, സി 4 അനുപാതം 1, ഡി 1 അനുപാതം 6. ആൻസർ സി 4 അനുപാതം 1. 81. ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ഇസ്. ഒരു പെന്റഗണിന്റെ ആന്തരിക കോണുകളുടെ ആകെത്തുക എ 180 ഡിഗ്രി, സി 540 ഡിഗ്രി, ബി 360 ഡിഗ്രി, ഡി 720 ഡിഗ്രി. ആൻസർ സി 540 ഡിഗ്രി. 82. എക്സെൻട്രിസിറ്റി ഓഫ് പരാബോള ഇസ്. പരാബോളയുടെ വികേന്ദ്രത എ ലെസ് ദൻ 1, ബി ഈക്വൽ ടു 1, സി ഗ്രേറ്റർ ദൻ 1, ഡി നൺ ഓഫ് ദീസ്. ആൻസർ ബി ഈക്വൽ ടു 1. 83. ദ ട്രിം സൈസ് ഓഫ് എ 1 ഡ്രോയിംഗ് ഷീറ്റ്. എ 1 ഡ്രോയിംഗ് ഷീറ്റിന്റെ ട്രിം ചെയ്ത വലുപ്പം എ 841/1189 മില്ലിമീറ്റർ, ബി 594/841 മില്ലിമീറ്റർ, സി 420/594 മില്ലിമീറ്റർ, ഡി 297/420 മില്ലിമീറ്റർ. ആൻസർ ബി 594/841 മില്ലിമീറ്റർ. 84. ദ വർക്കിംഗ് എഡ്ജ് ഓഫ് എ ഡ്രോയിംഗ് ടേബിൾ ഇസ് നോൺ ആസ്. ഒരു ഡ്രോയിംഗ് ടേബിളിന്റെ വർക്കിംഗ് എഡ്ജ് ഇങ്ങനെ അറിയപ്പെടുന്നു. എ ഫെഡ്യൂഷ്യൽ എഡ്ജ്, ബി എബനി എഡ്ജ്, സി കട്ടിംഗ് എഡ്ജ്, ഡി സ്ട്രെയിറ്റ് എഡ്ജ്. ആൻസർ ബി എബനി എഡ്ജ്. 85. ഹൗ ദ ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ് ആർ ഡെസിഗ്നേറ്റഡ്. അക്ഷരങ്ങളും അക്കങ്ങളും എങ്ങനെയാണ് നിയുക്തമാക്കുന്നത്? എ ബൈ ദെയർ വിഡ്ത്ത്, സി സൈസ് ഓഫ് പേപ്പർ, ബി ബൈ ദെയർ ഹൈറ്റ്, ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ ബി ബൈ ദെയർ ഹൈറ്റ്. 86. നെയിം ദ പോളിഗോൺ വിച്ച് ഇസ് ബൗണ്ടഡ് ബൈ 9 സൈഡ്സ്. 9 വശങ്ങളാൽ ചുറ്റപ്പെട്ട ബഹുഭുജത്തിന്റെ പേര് നൽകുക. എ നോണഗോൺ, ബി ഡെക്കഗൺ, സി ഹെക്സഗൺ, ഡി ഓക്ടഗൺ. ആൻസർ എ നോണഗോൺ. 87. What is the name of the part of circle bounded by 2 radii and its arc?
രണ്ട് ആരങ്ങളും അതിന്റെ ആർക്കും കൊണ്ട് ചുറ്റപ്പെട്ട വൃത്തത്തിന്റെ ഭാഗത്തിന്റെ പേരെന്താണ്? എ സർക്കിൾ, ബി സെക്ടർ, സി സെഗ്മെന്റ്, ഡി കോർഡ്. ആൻസർ ബി സെക്ടർ. ബി സെക്ടർ. 88. The ratio between two adjacent side of the drawing sheet. ഡ്രോയിംഗ് ഷീറ്റിന്റെ രണ്ട് തൊട്ടടുത്തുള്ള വശങ്ങൾ തമ്മിലുള്ള അനുപാതം. എ 1 അനുപാതം വർഗ്ഗമൂലം 5, ബി 1 അനുപാതം വർഗ്ഗമൂലം 3, സി 1 അനുപാതം വർഗ്ഗമൂലം 2, ഡി 1 അനുപാതം 1. ആൻസർ സി 1 അനുപാതം വർഗ്ഗമൂലം 2. 89. In which regular polygon sides are equal to radius of circumscribing circle? ഇതിൽ സാധാരണ ബഹുഭുജ വശങ്ങൾ വൃത്താകൃതിയിലുള്ള വൃത്തത്തിന്റെ ആരത്തിന് തുല്യമാണ്. എ octagon, ബി heptagon, സി hexagon, ഡി pentagon. ആൻസർ സി hexagon. 90. Path of a projectile is in the form of a. ഒരു പ്രൊജക്റ്റിലിന്റെ പാത എന്ന രൂപത്തിലാണ്. എ ellipse, ബി hyperbola, സി semicircle, ഡി parabola. ആൻസർ ഡി parabola. 91. A conic having only one directrix. ഒരു ഡയറക്ട്രിക്സ് മാത്രമുള്ള ഒരു കോണിക്ക്. എ ellipse, ബി hyperbola, സി parabola, ഡി none of these. ആൻസർ സി parabola. 92. Bow compass is used for drawing. വരക്കാൻ ഉപയോഗിക്കുന്ന വില്ലു കോമ്പസ്. A big circle, ബി very small circle, സി parallel lines, ഡി curves. ആൻസർ എ big circle. 93. The maximum number of tangents drawing to a circle from a point outside the circle. വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് വരക്കുന്ന പരമാവധി ടാൻജന്റുകളുടെ എണ്ണം. എ 2, സി 8, ബി 4, ഡി ഇൻഫിനിറ്റി. ആൻസർ എ 2. 94. Acute angle is an angle. അക്യൂട്ട് കോൺ ഒരു കോണാണ്. എ greater than 90 ഡിഗ്രി, ബി less than 90 ഡിഗ്രി, സി equal to 180 ഡിഗ്രി, ഡി equal to 360 ഡിഗ്രി. ആൻസർ ബി less than 90 ഡിഗ്രി. 95. Which of the following is an enlarged scale? ഇനിപ്പറയുന്നവയിൽ ഏതാണ് വലുതാക്കിയ സ്കെയിൽ? എ n അനുപാതം 1, ബി 1 അനുപാതം n, സി 1 അനുപാതം 1, ഡി none of these. ആൻസർ എ n അനുപാതം 1. 96. The following is not included in the title block of drawing sheet. ഡ്രോയിംഗ് ഷീറ്റിന്റെ ടൈറ്റിൽ ബ്ലോക്കിൽ ഇനിപ്പറയുന്നവ ഉൾപ്പെടുത്തിയിട്ടില്ല. എ ഷീറ്റ് നമ്പർ, ബി സ്കെയിൽ, സി ഡേറ്റ്, ഡി സൈസ് ഓഫ് ഷീറ്റ്. ആൻസർ ഡി സൈസ് ഓഫ് ഷീറ്റ്. 97. The following line is used for dimension line. അളവുകൾ വരക്കാൻ ഇനിപ്പറയുന്ന വരി ഉപയോഗിക്കുന്നു. എ continuous thin, ബി continuous thick, സി chain thin line, ഡി none of these. ആൻസർ എ continuous thin. 98. Hatching lines are drawn at a reference line. റഫറൻസ് രേഖയിലേക്കുള്ള ഡാഷിൽ ഹാച്ചിംഗ് ലൈനുകൾ വരയ്ക്കുന്നു. എ 30 ഡിഗ്രി, ബി 45 ഡിഗ്രി, സി 60 ഡിഗ്രി, ഡി 90 ഡിഗ്രി. ആൻസർ ബി 45 ഡിഗ്രി. 99. The length, width in case of an arrowhead is. ഒരു അമ്പടയാളത്തിന്റെ കാര്യത്തിൽ നീളം. വീതി എ 1 അനുപാതം 1, ബി 2 അനുപാതം 1, സി 3 അനുപാതം 1, ഡി 4 അനുപാതം 1. ആൻസർ സി 3 അനുപാതം 1. 100. Which of the following is the most soft pencil? ഇനിപ്പറയുന്നവയിൽ ഏതാണ് ഏറ്റവും മൃദുവായ പെൻസിൽ? എ 2B, ബി 1B, സി HB, ഡി H. ആൻസർ എ 2B. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ PSC അപ്ഡേറ്റ്സ് ഡെയിലി ക്വസ്റ്റ്യൻസ് ലഭിക്കാൻ PSC സിമ്പിൾ ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.